ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റെഡ്മൈൻ എന്നുള്ള ഒരു ബഗ് ട്രാക്കിംഗ് ടൂളിനെ കുറിച്ചാണ്. റെഡ്മൈൻ എന്ന് പറഞ്ഞാൽ ബഗ് ട്രാക്കിംഗ് ടൂൾ മാത്രമല്ല, അതൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളും കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. റെഡ്മൈൻ ഈസ് എ ഓപ്പൺ സോഴ്സ് വെബ് ബേസ്ഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ. റെഡ്മൈൻ ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്, അതായത് ഫ്രീ ആണെന്ന് അർത്ഥം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. വെബ് ബേസ്ഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. പിന്നെ എൻ്റെ ഇഷ്യൂ ട്രാക്കിംഗ് ടൂൾ, അതായത് ബഗ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയും കൂടി ആയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ടൂൾ. ഇത് പറയണ പോലെ ഫ്രീ ആണെന്നാണ്. പിന്നെ എന്താണ്? കീപ്സ് എ ട്രാക്ക് ഓഫ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ്. നമുക്ക് മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അലോ ദ യൂസർ ടു ഹാവ് ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് പെർമിഷൻസ്. അതായത് ഡിഫറെൻറ്റ് റോൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് UI ഡിസൈനർക്ക് ഒരു റോള്, ടെസ്റ്റർ, ഡെവലപ്പർ, അവർക്കൊക്കെ സെപ്പറേറ്റ് പെർമിഷൻസ്, പ്രിവിലേജസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ യൂസർ ക്യാൻ ട്രാക്ക് ദ ടൈം ദാറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ഓൺ ഇഷ്യൂ. ഒരു പെർട്ടിക്കുലർ ഇഷ്യൂമേ ഓരോ യൂസറും എത്ര ടൈം സ്പെൻഡ് ചെയ്തു നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ യൂസർ ക്യാൻ സി വിഷ്വൽ റിപ്പോർട്ട് യൂസിങ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്. നമുക്ക് വിഷ്വലി റിപ്പോർട്ട്സ്, ഓരോരുത്തരും ചെയ്ത വർക്ക്, കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കുകൾ, ഓരോ ബഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വിഷ്വൽ ഗ്രാഫിക്കലി നമുക്ക് കിട്ടും. പിന്നെ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട്. ഏറ്റവും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു യുണീക്കായിട്ട് വരുന്നൊരു ഫീച്ചറാണിത്. ഇഷ്യൂ ക്രിയേഷൻ വിയ ഇമെയിൽ. അത് ഇമെയിൽ വഴി നമുക്ക് ബഗ് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റെഡ്മൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒരു ബഗ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഹൗ ടു റിപ്പോർട്ട് എ ബഗ് ഇൻ റെഡ്മൈൻ. അതിനായിട്ട് നമ്മളിവിടെ റെഡ്മൈനിൽ പോയി ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു റെഡ്മൈൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്കൊരു ഡെമോ ആയിട്ട് നമുക്കത് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളൊരു രജിസ്റ്റർ ചെയ്യണം ആദ്യം. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ലോഗിൻ ചെയ്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ റെഡ്മൈൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണാം. മൾട്ടിപ്പിൾ പ്രൊജക്ട് സപ്പോർട്ട്, ഫ്ലെക്സിബിൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, ഫ്ലെക്സിബിൾ ഇഷ്യൂ ട്രാക്കിംഗ് സിസ്റ്റം, ന്യൂസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോണത് ഹൗ ടു റിപ്പോർട്ട് എ ബഗ് ഇൻ റെഡ്മൈൻ. റെഡ്മൈനിൽ ഒരു ബഗ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. റെഡ്മൈനിൽ നമ്മൾ ബഗിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ എന്നാണ്. ഇഷ്യൂസ് എന്നാണ് വേർഡ്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇഷ്യൂസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത എല്ലാ ഇഷ്യൂസും കാണാൻ പറ്റും. പുതിയതായിട്ട് നമുക്കൊരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് സൈനിൽ പോയി മൗസ് ഓവർ ചെയ്താൽ നമുക്കിവിടെ ന്യൂ ഇഷ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ന്യൂ ഇഷ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഇഷ്യൂ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ട്രാക്കർ. ഇത് എന്ത് തരം ട്രാക്കർ ആണെന്നാണ് നമ്മൾ കൊടുക്കണേ. 3 ഓപ്ഷനുള്ള ഡിഫക്റ്റ് ആണോ, ഫീച്ചർ ആണോ, പാച്ച് ആണോ. നമുക്ക് വേണമെങ്കിൽ ഫീച്ചർ ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും ഒരു ഫീച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ പാച്ച് ആഡ് ചെയ്യണമെങ്കിൽ പാച്ച് ആഡ് ചെയ്യാം, ഡിഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഡിഫക്റ്റ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോണേ. അപ്പോൾ തൽക്കാലം ഡിഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫക്റ്റ് ഈ റെഡ്മൈനെ കുറിച്ചുള്ള, ഈ റെഡ്മൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു ഡിഫക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിഫക്റ്റ് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. അതിനെ തൽക്കാലം ഒരു ഡിഫക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്യൂസിൽ പോയാൽ നമുക്ക് ഡിഫക്റ്റ് ഒരെണ്ണം കണ്ടുപിടിച്ച് വയ്ക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിളിന് ചെയ്യുന്ന ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിൽറ്റർ ഉണ്ട് അല്ലേ. ഈ ഫിൽറ്ററിൽ ഇവിടെ ക്ലിയർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത ഫിൽറ്ററുകളൊക്കെ പോകണം. പക്ഷെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ള ഫിൽറ്റർ ഇവിടെ പോകുന്നില്ല, ഡീഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും അത് റിക്വയർമെൻറ്റ്സിൽ അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഇതൊരു ഡിഫക്റ്റ്, ഒരു ബഗ്ഗാണെന്ന് നമ്മൾ കരുതുക, അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ക്ലിയർ ബട്ടൺ ഞെക്കുമ്പോൾ ഈ സ്റ്റാറ്റസ് എന്നുള്ള ചെക്ക് ബോക്സ് ക്ലിയർ ആവണമെന്നില്ല എന്നുള്ളത് ഒരു ബഗ്ഗാന്ന് കരുതിയിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ഇഷ്യൂവിൽ പോയി ഇവിടെ ട്രാക്കർ നമ്മൾ ഡിഫക്റ്റ് സെലക്ട് ചെയ്തു. സബ്ജക്റ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു ബഗ് ഫിൽട്ടർ ഓപ്ഷൻ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഇൻ ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഫിൽറ്റർ ഓപ്ഷൻ. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. എന്താ ഡിസ്ക്രിപ്ഷൻ? സ്റ്റാറ്റസ് ചെക്ക് ബോക്സ് ഈസ്
നോട്ട് ക്ലിയർഡ് വൈൽ ക്ലിക്കിംഗ് ക്ലിയർ ബട്ടൺ. അതായത് നമ്മൾ കണ്ടുപിടിച്ച ബഗ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാന്നാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിതിൽ വേണമെങ്കിൽ ബോൾഡ് കൊടുക്കേണ്ടത് ബോൾഡ് കൊടുക്കാം. ഓക്കെ, ഇറ്റാലിക്സ് കൊടുക്കേണ്ടത് ഇറ്റാലിക്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇനി സ്റ്റാറ്റസ് എന്താണ്? ഓൾറെഡി നമുക്കറിയാം പുതിയൊരു ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂ എന്നുള്ള സ്റ്റാറ്റസ് ആണ്. കാറ്റഗറി എന്താണ്? നമ്മുടെ കാറ്റഗറി എന്താണ്? ഫിൽറ്ററിങ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിങ് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ്, ഇഷ്യൂസ് ഫിൽറ്റർ. ഓക്കെ, എഫക്റ്റഡ് വെർഷൻ എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമുക്കുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇതിൻ്റെ ഈ കാണുന്ന എററിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. നമ്മൾ തൽക്കാലത്തിന് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഡെസ്ക്ടോപ്പിൽ സിസ്റ്റത്തിൽ. ഞാനത് സെലക്ട് ചെയ്യാണ്, ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ ഫിൽറ്റർ ബഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എറർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഈ ഫയൽ അപ്ലോഡ് ചെയ്ത ഫയലിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഓപ്ഷനായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് എന്ന് കൊടുക്കുകയാണ്, സ്ക്രീൻഷോട്ട് ഓഫ് ബഗ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അവസാനം എന്ത് ചെയ്യണം? എല്ലാം കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിഫക്റ്റ് ഇവിടെ കാണാം. അതിനൊരു ഐ ഡി ഉണ്ട്. എന്താണ്? 40380. ഇപ്പോൾ നിങ്ങൾ റെഡ്മൈനിൽ ലോഗിൻ ചെയ്തിട്ട് ഇത് നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റും. 40380 എന്നുള്ള സംഖ്യ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡിഫക്റ്റ് ഐ ഡി നോക്കിയാൽ നമ്മുടെ ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ബഗ് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ സ്റ്റാറ്റസ് കാണാൻ ന്യൂ, പ്രയോറിറ്റി നോർമലാണ്, സ്റ്റാർട്ട് ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, മുഴുവൻ കോളംസ് ഫില്ലല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള യൂസറിന് ഇത്രയും പ്രിവിലേജസ് ഉള്ളൂ. ഇതൊന്നും കൊടുക്കാനുള്ള പ്രിവിലേജസ് ഇല്ല. വേറെ പ്രിവിലേജസ് ഉള്ള യൂസേഴ്സ് ഉണ്ടാവും. നമ്മുടെ ടീം ലീഡ് കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള കൊടുക്കുക. എസ്റ്റിമേറ്റഡ് ടൈം ഒക്കെ കൊടുക്കുക അവരാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം, നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ കാണാം, ഫിൽറ്റർ ബഗ് PNG എന്ന് പറഞ്ഞിട്ട്. നമുക്കത് ക്ലിക്ക് ചെയ്താൽ അത് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത സ്ക്രീൻഷോട്ട്. ഈ ഒരു സ്ക്രീൻ കാണാം. ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ബോക്സ് അൺക്ലിയർഡ് ആയിട്ടുള്ള എൻ്റെ പടമാണ്. ഇത്രയാണ് നമുക്കൊരു ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാർക്ക് വേണമെങ്കിൽ ഇനി ബഗ് സെർച്ച് ചെയ്താൽ ഈ ബഗ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പോയാൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ റെഡ്മൈനിൽ ഹൗ ടു റിപ്പോർട്ട് എ ബഗ് ഇൻ റെഡ്മൈൻ എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ റെഡ്മൈനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ്മൈൻ പോലെയുള്ള ബഗ്സ് ഇല്ല മറ്റ് ബഗ് ട്രാക്കിംഗ് ടൂൾസിലും ഇതേ പ്രൊസീജിയർ തന്നെയായിരിക്കും കോമൺ ആയിട്ട് വരിക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈവായിട്ടുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനും പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനിങ്സിനും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഇൻറ്റേൺഷിപ്പ് എന്നിവയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക. കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് അവരുടെ ടൈമിങ്ങിനനുസരിച്ച് ഫ്ലെക്സിബിളായ ടൈമിങ്സിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.